لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് മാന്യമായി ഉണർത്തുകയാണ്, വസിയത്തിക്കുകയാണ്. ഈ ഭൗതിക ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഒരുപാട് അനുഭൂതികളും ആസ്വാദനങ്ങളും ഉള്ളതോടൊപ്പം തന്നെ വേദനകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, അത് നീണ്ടു നിൽക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നും പലപ്പോഴും ജീവിതത്തെ സംബന്ധിച്ച് തന്നെ മടുപ്പ് അനുഭവപ്പെടുന്ന അവസരങ്ങളുണ്ടാവും. മരണം, നഷ്ടകഷ്ടങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ വലിയ ഒരു വെള്ളപ്പൊക്കത്തിൽ ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജലത്തിലാണ് അവർ മുങ്ങിക്കുളിക്കുന്നതെങ്കിലും കുടിക്കാനൊരു തുള്ളി വെള്ളമില്ലാത്തൊരു സാഹചര്യം അത്ഭുതകരമാണ്. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ്റെ ഒരു കവിതയുണ്ട്. എല്ലായിടത്തും വെള്ളം, പക്ഷെ കുടിക്കാൻ തുള്ളി വെള്ളമല്ല. മഹാ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നം. ആകാശത്ത് നിന്ന് കൊടുക്കുന്ന ഭക്ഷണപ്പൊതുകൾ കാത്ത് വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന ആളുകളുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതൊരു ആഴ്ച നീണ്ടു കഴിഞ്ഞാൽ ഭീകരമായ സംഭവങ്ങളായിരുന്നു ഉണ്ടാവുക. അങ്ങനെ ആവാതായിട്ടുള്ള സ്ഥാനത്തെ കാത്ത് രക്ഷിക്കുമാറാടെ. വളരെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ഒരുപാട് അനുഭവങ്ങൾ, സംഭവങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് ഇനി എന്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ലായ്മ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ മാനസികമായി വിഭ്രാന്തി പിടിച്ച് ചിലര് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിട്ട് പോകാറുണ്ട്. അപ്പൊ ഈ ഒരു സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് മനുഷ്യനത് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മുടെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിൽ മുന്നിൽ കാണുന്ന നഷ്ടകഷ്ടങ്ങളോ അനുഭൂതികളോ നന്മ തിന്മകളോ പരാജയങ്ങളോ വിജയങ്ങളോ എന്ന് അവനെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് അവൻ അലക്കേണ്ടതില്ല. ആത്യന്തികമായ അവന്റെ ജീവിത വിജയത്തിന്
യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഉത്തമമായ ഒരു വഴിയിലൂടെ അവൻ നടന്നു പോകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. അതിനെ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, അവന്റെ ചുറ്റുപാടുകളെക്കുറിച്ച്, വിഭവങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ആപത്തുകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെന്നാണ്. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ വെറുതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം ആകാശത്ത് നിന്നിട്ട് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ മുട്ടിക്കൊള്ളണ പ്രശ്നമില്ല. അപ്പോൾ വെള്ളം ഇറങ്ങി വരുന്നതിനും ചില കണക്കുകളുണ്ട്. അതുപോലെ അവിടെയുള്ള മനുഷ്യന്മാരുടെ ഓരോ ശ്വാസോച്ഛ്വാസവും ഓരോ ചലനവും ക്ലിപ്തമാക്കി നിശ്ചയിക്കപ്പെട്ടതാണ് മാത്രമാണ് നടക്കുന്നത്. അപ്പൊ ഇത്തരം ഓരോ സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവൻ ജീവിതത്തെ അതിജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ജ്ഞാനം, അതായത് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ജ്ഞാനം, ഈ പ്രകൃതിയെ കുറിച്ചുള്ള ജ്ഞാനം, തന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് അവന്റെ അടിസ്ഥാനപരമായ ആവശ്യം. സത്യജ്ഞാനമാണ്. അതായത് നമ്മളിവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമില്ല. ജീവിതം യാദൃച്ഛികമായി ഉണ്ടായതല്ല, വളരെ പ്ലാൻഡാണ്. ഒരു സ്വദേശ പ്രോഗ്രാമാണ്, അതായത് പ്ലാൻ പ്രോഗ്രാമാണ്, ഒരു സ്വദേശ പദ്ധതിയാണ്. അതിന് നിശ്ചിത തുടക്കവും വളർച്ചയും അവസാനവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊരു കൺട്രോളുണ്ട്. അപ്പൊ ആ കൺട്രോൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് സമാധാനം കിട്ടും. ഏത് വൈതരണിയും അതിജയിക്കാനുള്ള ഒരു മാനസികമായ ബലം മനുഷ്യനുണ്ടാകണം. ശരീരത്തിന് ബലക്കുറവുണ്ടാകുമ്പോഴും വിഭവങ്ങൾ കുറയുമ്പോഴും മനുഷ്യന് മാനസികമായ നല്ല ധൈര്യമുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജയിക്കാനുള്ള ശക്തി ലഭിക്കും എന്ന് നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. ആദ്യമായി അല്ലാഹു തആല നമ്മളോട് ആ കാര്യം കൃത്യമായി തന്നെ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. വളരെ ചെറിയ ഒരു ഖുർആനിക സൂക്തമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്. എല്ലാം എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിന്റെ ചലനം മുതൽ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ സംക്രമണം വരെ അതിൽ പെടുന്ന, അതിൽ മനുഷ്യൻ പെടും, അവന്റെ ശ്വാസോച്ഛ്വാസം പെടും, അവന്റെ വികാരങ്ങൾ പെടും, അവന്റെ ചിന്താഗതികൾ പെടും, അവന്റെ എല്ലാം അതിൽ പെടും. അവന്റെ ചിന്തയും ഭാഷയും പ്രവൃത്തിയും പെരുമാറ്റവും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ചലനാത്മകമാണ് ജീവിതം. ചലനമില്ലാത്തതുകൊണ്ട് എല്ലാം ചലനത്തിലൂടെ. ഭക്ഷണം ലഭിക്കുന്നതും ചലനത്തിലൂടെയാണ്, ലഭിക്കാതിരിക്കുന്നതും ചലനത്തിലൂടെയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംഗതികളും എല്ലാം ഒരു ചലനം മുതൽ, ചെറിയ ഒരു അനക്കം മുതൽ, മനുഷ്യ മനസ്സിന്റെ വളരെ നേരിയ ഒരു അനക്കം മുതൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രക്രിയകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചിട്ട് വെറുതെ എവിടെയെങ്കിലും കുത്തിയിരിക്കില്ല. അവൻ സിംഹാസനാരൂഢനായി എന്നൊക്കെ ഖുർആനിൽ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ചു വിട്ടിട്ട് എവിടെ സിംഹാസനം കെട്ടിപ്പിടിച്ച് കുത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അതിന്റെ എല്ലാം കൈകാര്യകർത്താവും അല്ലാഹുവാണ്. അപ്പൊ സൃഷ്ടിച്ചു വിട്ടേക്കല്ല, അതിനെ കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. അവൻ സൃഷ്ടി ആരംഭിക്കുന്നു, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ. പിന്നെ ആ സൃഷ്ടിക്ക് അവനിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. അപ്പൊ സൃഷ്ടി ആരംഭിക്കുന്നത് അല്ലാഹുവിൽ നിന്നാണ്. എന്നിട്ട് ഈ ഭൗതിക ലോകത്ത് അത് പ്രകടമാക്കുന്നു, അതിൻ്റെതായ പൂർത്തീകരണം നേടുന്നു, പിന്നെ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് മടങ്ങി. ഇതും നമുക്ക് മനസ്സിലാവാനാണ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അള്ളാഹ് എന്നുള്ളതാണ്, അള്ളയിലേക്കാണ് ഇലൈഹി റാജിഊൻ, അള്ളയിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അപ്പൊ പടച്ച തമ്പുരാനില്ലാത്ത, അള്ളയില്ലാത്തൊരു ചലനമില്ല, അള്ളയില്ലാത്തൊരു ചിന്തയില്ല, അള്ളയില്ലാത്തൊരു ഇടപാടില്ല. അള്ളയിൽ നിന്ന് വന്നതാണ്, അള്ളക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അള്ളാഹ്ക്ക് സാക്ഷ്യം വയ്ക്കാനാണ് നിലകൊള്ളുന്നത്, അള്ളയിലേക്കാണ് മടങ്ങിപ്പോകുന്നത് എന്ന്. ഏത് പ്രയാസം വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും മനുഷ്യന് ഇദാ അസാബത്തുഹു മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, അള്ളയിലേക്കാണ് എന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഓരോരുത്തർക്കും പല തരത്തിൽ ചെറുതും വലുതുമായ പ്രയാസം. അതിന് ഒരു ഉദാഹരണം റസൂൽ ഒരു സന്ദർഭത്തിൽ പ്രായോഗികമായി കാണിക്കുന്നുണ്ടായി. ഒരിക്കൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഈ വിളക്കാണല്ലോ, അതായത് തിരി കത്തിക്കുന്ന വിളക്ക്, ആ വിളക്കെട്ടാണെങ്കിൽ കാറ്റടിച്ച് വിളക്കഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അല്ല റസൂലേ, ഇത് വളരെ നിസ്സാരമായ സംഗതിയാണ്, ഈ വിളക്കാണ് ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതെ, സത്യവിശ്വാസിയെ ശല്യപ്പെടുത്തുന്ന എല്ലാം അവന് മുസീബത്താണ്. അതുകൊണ്ട് അപ്പോഴൊക്കെ അവൻ അല്ലാഹുവിന്റെ യാഥാർത്ഥ്യം ഓർമ്മിച്ചുകൊണ്ടേ, അള്ളയാണ് വിളക്ക് തന്നത്, അത് തീരുമാനിച്ചതുവരെ അവിടെ കത്തി നിന്നു, അല്ല തീരുമാനിച്ചപ്പോ അത് അണിഞ്ഞുപോയി എന്നവർ പറയുമ്പോൾ അല്ലാഹുവിന്റെ ആ സാന്നിധ്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുമ്പോൾ അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ചറിയുന്ന അല്ലാഹു തആല
ഉടനെ തന്നെ നമുക്ക് ആവശ്യമായി നൽകും എന്നുള്ളതാണ്. وربك يخلق ما يشاء ويختار وما كان لهم الخيرة سبحان الله وتعالى عما يشركون. കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറയാം. റബ്ബുക യഖ്ലുഖു മാ യശാ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കണം എന്നത് അല്ലാഹ് തീരുമാനിച്ച് സൃഷ്ടിക്കുന്നതാണ്. അവനാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരാളുടെ നന്മ വേണോ, തിന്മ വേണോ, സന്തോഷം വേണോ, ദുഃഖം വേണോ, രോഗം വേണോ, ആരോഗ്യം വേണോ, പണം വേണോ, ദാരിദ്ര്യം വേണോ, സമാധാനം വേണോ, അസ്വസ്ഥത വേണോ എന്ന് ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. അവൻ തീരുമാനിക്കുന്നു. അവൻ തീരുമാനിക്കുന്നു. മാത്രമല്ല വമാ കാന ലഹുൽ ഖിറ, തീരുമാനത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയും. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അടുത്ത നിമിഷം നമ്മൾ എന്ത് ചിന്തിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചിന്തിക്കുക മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചില സംഗതികളൊക്കെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ ഉറപ്പിച്ചത് പോകും. പക്ഷേ സമയമാകുമ്പോൾ അത് പറയാൻ പറ്റില്ല, സമയമാകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതായത് വിധി വരുമ്പോൾ കണ്ണന്താളിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോവാണ്, അവിടെ നിന്ന് ഒരാളിങ്ങനെ എന്തെങ്കിലും വാഹനം വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകാം. ട്രാഫിക് ജംഗ്ഷൻ അവനെ നമ്മൾ നോക്കുമ്പോഴേക്കിടയിൽ ടൈം അപ്പുറം നിർത്താൻ വന്നിട്ട് പിടിച്ചിട്ടാണ്. അപ്പോ അത് വന്നു പറ്റുമ്പോ അടച്ചവനെ എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കിയത് എന്നൊരു മനോഭാവമല്ല വേണ്ടത്. കാര്യം അടുത്ത സ്റ്റെപ്പ് അല്ലാതെ കൈക്കാണ്. അതൊക്കെ വിട്ടുകൊടുത്താൽ പിന്നെ ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ എന്നതാണ്. ഒരു വേദനയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആർക്കും ഒന്നും കൊടുക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാണ്. പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ് ഈ പ്രസവം, അതായത് ജനനിയുടെ വേദന. പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു എന്നതാണ്. പോകുമ്പോൾ മറ്റുള്ളവരെ കരയിച്ചുകൊണ്ടേ മരിക്കുന്നു എന്നതാണ്. വല്ലാത്തൊരു അത്ഭുതമാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. കരഞ്ഞും കരയിച്ചുമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ, അതിലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ത്രില്ല്. വളരെ സന്തോഷം നിന്ന് കഴിഞ്ഞാൽ, ആനന്ദം എന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കാൻ പറ്റില്ല. കാര്യം ഏത് ആനന്ദവും കുറച്ച് കഴിയുമ്പോൾ ഒരു തരം മടുപ്പനുഭവം, അവന് വഴിതെറ്റി പോവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആനന്ദത്തിൽ ആറാടി വിടാൻ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കില്ല. അത് ദുനിയാവിന്റെ ഒരു നേച്ചറാണ്, ഒരു പ്രകൃതം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി, അത് ആകാശത്ത് നിന്ന് കൺട്രോൾ ചെയ്ത് അയക്കുന്നു എന്നാണ്. അതായത് ഉപരിമണ്ഡലത്തിൽ നിന്ന് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ അത്ഭുതകരമാണ്. നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനം, ചെവിയുടെ പ്രവർത്തനം, ശരീരത്തിന്റെ പ്രവർത്തനം, നമ്മുടെ വിചാരങ്ങൾ, നമ്മളൊരാളായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാളുടെ മനസ്സ് നമുക്ക് അനുകൂലമായിട്ട് ഒതുക്കി വെക്കുന്നില്ലെങ്കിൽ അയാൾ കൂടി കഴിയും. അപ്പൊ അതിനൊക്കെയുള്ള എല്ലാ ഏർപ്പാടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് കൊള്ളുന്നു. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസം ആരെയെങ്കിലും ബാധിക്കണമെങ്കിൽ അവൻ മനസ്സിലാക്കിക്കൊള്ളണം, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ഒന്നും അവനെ ബാധിക്കാൻ പോകുന്നില്ല. ക്ലിയറായി? എല്ലാം അല്ലാഹു സൃഷ്ടിച്ചതാണ്, അല്ലാഹുവിന്റെ അനുമതി കൂടിയാണ് ബാധിച്ചത്. വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ഉടനെ പറഞ്ഞു ഇത് ദൃഢമായി വിശ്വസിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ കാര്യം അള്ളയാണ് കൺട്രോൾ ചെയ്തതെന്ന് അല്ലാഹു ദൃഢമായി വിശ്വസിക്കണം. യഹ്ദി ഖൽബഹു, ഉടനെ ഒരു പരിഹാരം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് കൃത്യമായിട്ട് ഏത് വിഷയത്തിലും ഒരു പരിഹാരമുണ്ട്. രോഗം വന്നാലേ ഡയഗ്നോസ് ചെയ്യണം, അതുപോലെ തന്നെ ദാരിദ്ര്യം വന്നാലേ, കഷ്ടപ്പാട് വന്നാലേ, ഷോർട്ടേജും പണം അതിന്റെ ഷോർട്ടേജ് വന്നാലും എന്ത് വന്നാലും ഒരു പരിഹാരം ഉണ്ടാവും. അതായത് പരിഹാരമില്ലാത്തൊരു പ്രശ്നവും അത് സൃഷ്ടിക്കില്ല, അത് അനീതിയാണ്. അതായത് ഒരു വിഷയവും പ്രവാചകന്റെ മുന്നിൽ വരില്ല, അതിന് കൃത്യമായ വിവരണം, അതിന്റെ തഫ്സീർ, വ്യാഖ്യാനം, അതിന്റെ പോംവഴി എന്നിവ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു കൊടുക്കാതെ അപ്പൊ ഏത് വിഷയം ഉണ്ടായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാവും. ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, ജീവിതം എന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു വെള്ളനിലമാണ്. ഒരു നാം യാദൃച്ഛികം എന്ന് പറയുന്ന ഒരുപാട് യാദൃച്ഛികരുടെ ഒത്തുചേരലാണ് ജീവിതം. അത് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കില്ല. എത്ര വലിയ കടുത്ത രോഗമായാലും, എത്ര വലിയ പ്രതിസന്ധിയായാലും, അപമാനമായാലും, അതുപോലെ തന്നെ നാണക്കേടായാലും, കഷ്ടനഷ്ടങ്ങളായാലും, അതുപോലെ തന്നെ ഏത് സംഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഒരു പരിഹാരമില്ലാത്തൊരു പ്രശ്നമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് ഉറച്ച് ഈ സംരക്ഷകൻ അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നാൽ എല്ലാം അല്ലാഹു അറിയുന്ന. പിൻകുറിയായിട്ട് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, ചെയ്യുന്ന അല്ലാഹുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാം.
അതുപോലെ എന്തു മാലെ എപ്പോഴും ഒന്ന് ബാധിച്ചളയില്ല. ഒരു സംഗതി പ്രപഞ്ചത്തിൽ കൃത്യമായ ഒരു കണക്കോടുകൂടി അല്ലാതെ സംഭവിക്കുകയില്ല എന്നതാണ്. എല്ലാം ഒരു ഖദറായി. സൂര്യന്റെ ചംക്രമണം പോലെ തന്നെയാണ് ഒരു സാധാരണ മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം. ഈ മഹാപ്രപഞ്ചത്തിലെ മഹാസംഭവങ്ങളും ഒരു സാധാരണ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസവും അത് രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങളാണ്. പക്ഷെ നമുക്കത് ഐഡന്റിറ്റി നിസ്സാരമായി തോന്നും. ഒരു ശ്വാസോച്ഛ്വാസവും ഈ മഹാപ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവം രണ്ടിന്റേതായ ചില ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കാണ്. ഒരു കൊതുകിന്റെ ജീവിതവും ഒരു ആനയുടെ ജീവിതവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ രണ്ടും ഒരുപോലെ തന്നെ. കാരണം അത് യാതൊരു വ്യത്യാസമില്ല. കാരണം കൊതുകിന് അതിന്റേതായ കോംപ്ലിക്കേഷൻ നമുക്കറിയാം. ഒരു കൊതുക് അതെങ്ങനെ ജീവിക്കാൻ അതിന് ഒരുപാട് സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ആനയുടെ ജീവിതം, ഒരു രോഗത്തിന്റെയും അതുപോലെ തന്നെ ഒരു ആശ്വാസത്തിന്റെയും അവസ്ഥയിൽ അതിന്റേതായ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോ കൃത്യമായി ഖദറനുസരിച്ച്, അതായത് അസറ്റൈനബിൾ മെഷർമെന്റ് എന്ന് പറയാം. ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി എന്നല്ല അവിടെ ഉദ്ദേശം. അവിടെ കൃത്യമായ അളവനുസരിച്ച് കണക്കനുസരിച്ചാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഈ വക സന്ദർഭങ്ങളൊക്കെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താണ് ഫലം എന്നുള്ള പറയും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. വിഷയങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഉമ്മസ്തഖാമു, അതായത് ആ പ്രഖ്യാപനം പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കി സത്യവിശ്വാസത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ. സമാധാനം ആകാശത്ത് നിറയും. മലക്കുകൾ ഇറക്കി തരുന്നത് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ ആകാശ ലോകത്ത് നിന്നാണ് ഇറങ്ങി വരും. അവന്റെ മനസ്സിൽ സ്വാസ്ഥ്യവും ആശ്വാസവും സമാധാനവും ഇറക്കിക്കൊണ്ട് പേടിക്കേണ്ട. അല്ലാത്ത അഹാബുവല്ലാത്ത ഹസനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഹുസ്ൻ ഉണ്ടാവേണ്ടതില്ല. അല്ലാത്ത അഹാബുവല്ലാത്ത ഹസനു, നിങ്ങൾക്ക് ഇതിന്റെ സവാബ് തരാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. ഒരു പ്രവൃത്തി എടുക്കാതെ പണിയെടുക്കാതെ കൂലി കിട്ടൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോ സാധനം കിട്ടിയില്ല, അപ്പൊ അതൊരു പെയിൻ, ഒരു വേദന അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ സങ്കടം അനുഭവപ്പെട്ടു. ആ സങ്കടം നിങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സവാബ് തരാം. അങ്ങനെ ഒരുപാട് ജീവിത സംഭവങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സവാബ് അത് ജന്നയാണ്, സ്വർഗമാണ്, നിത്യാനന്ദത്തിന്റെ സ്വർഗാരാമം. അത് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിന് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടല്ലോ, അത് ലഭിക്കും. അതുകൊണ്ട് ആശ്വാസത്തോടെ സമാധാനത്തോടെ തരണം ചെയ്തുകൊള്ളുക എന്ന് ആകാശ ലോകങ്ങളിൽ നിന്ന് ആശ്വാസകരമായി മലക്കുകൾ ഇറങ്ങി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവരുടെ കൂടെ തന്നെ പറയും, ഈ ഐഹിക ജീവിതത്തിലും അവിടെ പാരത്രിക ജീവിതത്തിലും നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. മലക്കിന്റെ ആ നാദം കേൾക്കാൻ സത്യവിശ്വാസത്തിന്റെ ആഴങ്ങൾ ഇറങ്ങിയ മനസ്സുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലക്കിന്റെ ആശ്വാസം കേൾക്കാൻ നമുക്ക് പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ ഇല്ല അള്ളാഹ് സഹായിക്കും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ നമുക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സംഭാവന ചെയ്താണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മാലാഖമാരുടെ ആ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ തന്നെ വന്നലയ്ക്കുന്ന തരത്തിലുള്ള ഈ ആഴത്തിലുള്ള ഒരു വിശ്വാസം, സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന് വളരെ ആശ്വാസകരമായിരിക്കും. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേലേക്ക് പോവാണ്. സ്വർഗത്തെ കുറിച്ച് വീണ്ടും പറയാം. അതായത് എന്താശിച്ചാലും അതവിടെ കിട്ടുന്നതാണ്. എണ്ണകളോ തുണകളോ ആവശ്യമോ എന്താശിച്ചാലും അവിടെ കിട്ടും. അവിടെ ഡിമാൻഡും അതുപോലെ തന്നെ സ്റ്റോക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ കൂടുതലാണ്, നമ്മുടെ മെറ്റീരിയൽസ്, അതായത് വിഭവങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അവിടെ വിഭവങ്ങൾ ഓൾറെഡി റെഡിമെയ്ഡ് ആണ്. അതായത് ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന വാഴകളെ കുറിച്ച് പറയും, അരുവികളെ കുറിച്ച് പറയും. അതുപോലെ തന്നെ ഒരു ഭക്ഷണവും പാചകം ചെയ്തുണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം റെഡിമെയ്ഡാണ്. ഇവിടെ അതല്ല. ഇവിടെ നമ്മളെല്ലാവരും അധ്വാനിച്ചുണ്ടാക്കണം. അധ്വാനം വിനിയോഗിക്കാതെ ആവശ്യം പൂർത്തീകരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ലോകം. ഇന്നിപ്പോ ഒരു സൂപ്പർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ തന്നെ ഇരുന്നാൽ മതി. കുന്നെന്ന് പറഞ്ഞാൽ ആയിരിക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കുഞ്ഞ് അത് മനുഷ്യനോട് കൊടുത്തിരിക്കണം. കുഞ്ഞെന്ന്
അതായത് പാറും ശരീരത്തിൽ ഒണ്ട് കാടെടുക്കണ്ട, നിപരിധിയാൽ മതി പറവേ പറയണ്ട. അതൊക്കെ സ്വിച്ച് കുന്നെന്ന് പറഞ്ഞ ഓരോരുത്തരുടെ ആശ എന്ന് പറയില്ല, കഷ്ടഹീനവും അങ്ങനെ ഒരു ലോകത്തേക്കാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങള്, കഷ്ടപ്പാടുകള് ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളെ വേവലാതിപ്പെടുത്തേണ്ടതില്ല. നിങ്ങളോടൊപ്പം എന്റെ മാലാഖമാരുണ്ട്. ഇത് സത്യത്തിന്റെ വഴിയാണ്, ന്യായത്തിന്റെ വഴിയാണ്, ആശ്വാസത്തിന്റെ വഴിയാണ്, ഈ പ്രകൃതിയുടെ ശുദ്ധമായ പ്രകൃതത്തിന്റെ വഴിയാണ്. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെയും കൂടി അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഈ സത്യവിശ്വാസത്തിന്റെ അനുയായികൾക്ക്, സത്യവിശ്വാസത്തിന്റെ അനുയായികൾക്ക് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ പറയണം, യഥാർത്ഥത്തില് ഞാൻ ഇതൊക്കെ അനുസരിച്ചു പോകുന്ന അനുസാരിയാണ്, മുസ്ലിമാണ്. അതാണ് ഭൂമിയിലെ ഏറ്റവും നല്ല വാക്ക്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതാണ് ഭൂമിയിലെ ഏറ്റവും നല്ല വാക്ക് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടിലെ സാഹചര്യം അങ്ങനെയല്ല. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നമാണ്. ആരെങ്കിലും ഓടയിൽ വീണ് മുസ്ലിമായതിന്റെ പേരിൽ ചില കിട്ടിക്കഴിഞ്ഞാൽ അസഹിഷ്ണുതയുടെ ആൾക്കാർക്ക് അസഹനീയമായി അന്തരീക്ഷം മലീമസമായി കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് നാട്ടിലുള്ളത്. ഒരു മുസ്ലിം എവിടെയെങ്കിലും പേര് കേട്ടുകഴിഞ്ഞാൽ അവന്റെ പേരിന്റെ കൂടെ ഇസ്ലാമിനെയും മുസ്ലിമിനെയും അള്ളാഹുവിനെയും ഒക്കെ ചീത്ത പറയുന്ന ഒരു പ്രത്യേകമായ ഒരു വർഗീയത ചുവയുള്ള ചിന്താഗതി പത്രമാധ്യമങ്ങളെയും ആഗോള മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ബാധിച്ചിരിക്കുന്നു. എല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ, ഈ ന്യായത്തിന്റെ, ഈ യാഥാർത്ഥ്യത്തിന്റെ ആ മുഖം വികൃതമാക്കാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി, നൂറ്റാണ്ടുകളായി ലോകത്ത് നടന്നു വന്നത്. അതിൽ ഏറ്റവും ഭീകരവും ഭീപത്സവുമായ മുഖമാണ് ഇപ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് IS, ഒരു ഭാഗത്ത് SSS എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉറുദുവിലും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ ആക്രമിക്കാൻ പറ്റും ആ തരത്തിലുള്ള അക്രമങ്ങളും പ്രയാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്സഹമായ ഒരു സാഹചര്യമുണ്ട്. ആശ്വാസത്തോടെ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട്, സ്നേഹം പറഞ്ഞുകൊണ്ട്, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റാത്തല്ലാത്തൊരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന പിശാചുക്കള് ലോകത്താകമാനം ഇങ്ങനെ കയറൂരി വിട്ട നിലയിൽ നടക്കുകയാണ്. ഇത് ഈ പ്രപഞ്ച പ്രകൃതത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് സത്യവിശ്വാസികൾ വളരെ തളർന്നു പോകേണ്ടതില്ല. അവരുടെ വാക്കാണ് ലോകത്തിലെ ഏറ്റവും നല്ല. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമല സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ്, അതായത് ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ ഈ മാർഗത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ പ്രപഞ്ചത്തിൽ വേറെയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തെ സംരക്ഷിക്കുന്ന, ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന മനുഷ്യന്റെ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ പറഞ്ഞുപിടിപ്പിക്കുകയാണ്, യാതൊരു തരത്തിലും ബേജാറാവണ്ട, നിങ്ങൾ പറയുന്ന വാക്കാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ വാക്ക്. ആ വാക്ക് ഉച്ചരിക്കുന്നവൻ ഏറ്റവും നല്ല വാക്കാണ് ഉച്ചരിച്ചിട്ടുള്ളത്. അത് ധൈര്യപൂർവ്വം പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. ആ മുസ്ലിങ്ങളിൽപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കാരണം സത്യത്തിന്റെ നാദങ്ങൾക്ക് ഇപ്പൊ പിരിഞ്ഞുവിടുന്ന പിശാചിന്റെ പിൻഗാമികളായി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള അസഹിഷ്ണുതകൾ ഉണ്ടാവും എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. ചരിത്രത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅതു ഫഅബില്ലതി ഹി ഹസൻ. അപ്പോ അവർ അസഹിഷ്ണുത കാണിക്കുമ്പോൾ നമ്മളും ചാടി അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല. വിവരമില്ലാത്തതുകൊണ്ട്, യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ട് അതങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു പോകുന്നു. അവർക്ക് സത്യം അറിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ജീവിതം പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കാണ്. മരണം കഴിഞ്ഞാൽ പരലോകം ഉണ്ടാവും, പരലോകത്ത് വിചാരണ ഉണ്ടാവും. ഇവിടെയുള്ള വികാരങ്ങളും ചിന്ത, ആശയ, ഭാഷാ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഈ പ്രപഞ്ചത്തിന്റെ നാഥനെതിരായിട്ടുള്ള എല്ലാത്തിനെയും അവിടെ പിടിച്ചു കെട്ടുകയും ചെയ്യും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർക്കറിയില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ നീ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഏറ്റവും നല്ലത്. പക്ഷെ അത് പറയാനുള്ള ഒരു സമാധാനം, പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സത്യവിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനെ വേറെ ഏതെങ്കിലേക്കുമൊക്കെ അടിപ്പിച്ചു വിടാൻ വേണ്ടിയാണ് ഇത്തരം ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് നടന്നു നീങ്ങുന്നതിന് ആളെ വിളിക്കാനുള്ള ആ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാനാണ് വേറെ ഒരുപാട് നിറങ്ങളും വേറെ ഒരുപാട് കൊടികളും വേറെ ഒരുപാട് ചിന്താഗതികളും ഒക്കെ കിട്ടുന്നത്. കാരണം വൈകാരികമായി വർഗീയത ഇളക്കി വിട്ടു കഴിഞ്ഞാൽ സത്യവിശ്വാസി പോലും അവന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് വൈകാരികത്തിന്റെ പിന്നാലെ പോകുന്നതാണ്. അങ്ങനെ വൈകാരികമാക്കി സത്യവിശ്വാസികളുടെ ആ കൂട്ടങ്ങളെ നശിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും
ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് അതിനെ നേരിടേണ്ടതില്ല. ഏറ്റവും നല്ലത് കൊണ്ട് ഈ തിന്മയെ നീ പ്രതിരോധിച്ചാൽ നിനക്കും നിന്റെ എതിരാളിക്കുമിടയിൽ സൗഹൃദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. അതായത് എതിരാളിക്ക് പോലും നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വേണം. നമ്മുടെ നന്മയാണ്, അതുപോലെ തന്നെ അറിയാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന നന്മയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ആ ബോധ്യം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിയായ നിലയിൽ തഖ്വ വേണം, ക്ഷമ വേണം. അതായത് ഏറ്റവും നല്ല സൗഭാഗ്യം, ഈ സൗഭാഗ്യം ലഭിക്കുന്നത് ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൂക്ഷ്മത, തഖ്വ, അതായത് ഭക്തി ഉണ്ടാവുകയും അതുപോലെ തന്നെ ധീരത ഉണ്ടാവുകയും ആദർശ ധീരത ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. സ്വന്തത്തെക്കുറിച്ചും സ്വന്തം രക്ഷിതാവിനെ കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവന്റെ സഹായത്തെ കുറിച്ചുള്ള ശരിയായൊരു ബോധം ഉണ്ടാവണം. അങ്ങനെ ബോധം ഉണ്ടാകുമ്പോഴേ അതിൽ അടിയുറച്ച് നിന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് ശരിയായ മാർഗം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലോകത്തിന് നന്മ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഖൈറ ഉമ്മത്താണ് ഈ സമുദായം. അങ്ങനെയുള്ള ഖൈറ ഉമ്മത്തായി വളരാനാണ് ശ്രമിക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅലൈഹി വസല്ലം. സുബ്ഹാനക ലാ നഹ്സീ ലക മാ അസ്നൈത നഫ്സക ലകൽ ഹംദു അൻത അല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ ബഹുമാനിച്ച് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് നസീഹത്ത്. മനുഷ്യന്മാർ നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് തടസ്സം നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി അല്ലാഹു തആല അവിടെ പടച്ചിട്ടുണ്ട്. അതെന്തിനാണ്? നന്മയിൽ ഉറച്ചു നിൽക്കുമോ അവന്റെ നിശ്ചയദാർഢ്യം എത്രമാത്രം ഉണ്ട് എന്നല്ല. പലപ്പോഴും അവന് അടിപതറാറുണ്ട്, കാല് തെറ്റാറുണ്ട്. അതാണ് അതിനഭിക്കേണ്ടത്. ഉറച്ചു നിൽക്കൽ അല്ലാഹു തആല അതിനബി കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്, തെറ്റും തിന്മയൊക്കെ സംഭവിച്ചു. അതിനൊരു പോകുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചിക ദൗർബോധനങ്ങൾ എപ്പോഴാണ് ഏറ്റുപോയാൽ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഭിപ്രായിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ നിരന്തരമായ ദൈവബാന്ധവം, അല്ലാഹുവിന്റെ കുറിച്ചുള്ള സ്മരണ, അങ്ങനെ തഖ്വയിലും സബറിലും അധിഷ്ഠിതമായ ഒരു ജീവിതം. അപ്പോഴേ നിങ്ങൾക്കൊരു തന്റേട് ഉണ്ടാവുള്ളൂ, വിശ്വാസക്കൊരു തന്റേട് ഉണ്ടാവുള്ളൂ എന്ന് നമ്മളെ പറഞ്ഞെടുക്കുക. ഒരു സംഗതി എല്ലാവരും അതിന് അടിസ്ഥാനപരമായി മനസ്സിലാക്കി, എന്തായാലും എല്ലാവരും മരണാസ്വദിക്കുക. ഭൂമി ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം എന്താ എഴുതി കിട്ടിയാണ് കാണാൻ. നിങ്ങൾ ഇവിടെ കിട്ട, അങ്ങോട്ട് പോയിക്കോളി, ആ രാജ്യത്ത് പോയിക്കോളി, ഈ രാജ്യത്ത് പോയിക്കോളി, ഇവിടെ ജീവിക്കണ്ട എന്നൊക്കെ പറയുന്ന ഇത്ര വിവരക്കേട് ഈ ഭൂലോകത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ വിവരം കിട്ട മനുഷ്യന്മാര് ആധുനിക ലോകത്ത് ഉണ്ടാവുക. നിങ്ങൾ ഇവിടെ കണ്ട, അങ്ങോട്ട് പോയിക്കോളി, അവിടെ കണ്ട ആകപ്പാടെ 60-70 കോടി പേരെ 110 കൊല്ലം ജീവിക്കും. അതിനിടയിൽ എല്ലാം എന്റേതാണെന്ന് തോന്നുന്ന കോലത്തിലാണ് സംസാരിക്കുന്നത്. എന്തൊരു ജാതി അഹങ്കാരമാണ്. അവരാണ് ഭരണകർത്താക്കളാണ്, നേതാക്കളാണ്, പണ്ഡിതരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ആളുകളാണ്. എല്ലാം സ്വന്തമായിട്ട് പടച്ചോനും കൊണ്ട് ആധാരം എഴുതി കൊടുത്താണ് പലത്തിലാണ് സംസാരിക്കുന്നത്. കേട്ടുകഴിഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറയണവനും പറയാത്തവനും എല്ലാം മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ ലോകം അവസാനിപ്പിച്ചിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം അതേ ഓരോരുത്തരും ചെയ്തതിന്റെ പ്രതിഫലം നാം അവിടെ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. നരകത്തിൽ നകറ്റി നിർത്തപ്പെടുകയും സ്വർഗം ലഭിക്കുകയും ചെയ്താൽ അവനാണ് വിജയിച്ചത്. ഈ മൊത്തങ്ങളെ കാണുന്ന ഭൗതിക ജീവിതം ഉണ്ടല്ലോ, ഇതൊരു വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും കുന്താൻ നിൽക്കണ്ട. ഈ ഭൂമിയിലെ കുറച്ചുകൂടി മണ്ണും 5-6 മന്ത്രിമന്ദിരങ്ങളും കാറും അതൊക്കെ കണ്ടിട്ട് കുന്താൻ നിൽക്കണ്ട. ബോധം ഉണ്ടെങ്കിൽ, വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ്. ഇത് ശാശ്വതമായി ഇത് അടിച്ച് തകർത്ത് ഞാൻ തരിപ്പണമാകും. സഈദൻ ജുർസാണ്. ഇത് ഞാൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കും. അങ്ങോട്ട് ആ മനുഷ്യന്മാരെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരോഗ്യമുണ്ട്, ഇപ്പൊ നാക്കെടുക്കാൻ സൗകര്യമുണ്ട്, കഴിവുണ്ട് എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും
ഇതാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അനുഭവിച്ചു പോകുമെന്നൊരു യാഥാർത്ഥ്യം കൂടി അത് ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കാൻ സത്യവിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ വിടൂല സത്യവിശ്വാസികളെ എന്നുള്ള അതൊക്കെ പഠിപ്പിക്കണം, പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോ ആ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളെ ശരീരങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളെ ധനത്തിലൊക്കെ പരീക്ഷണം ഉണ്ടാവും. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ചില ആളുകളുണ്ട്, അവരിൽ നിന്നും അതുപോലെ ബഹുദൈവാരാധകരായ ആളുകളിൽ നിന്നും നിങ്ങൾ വല്ലാണ്ട് ദ്രോഹകരമായ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ സത്യവിശ്വാസിയുടെ പേര് പറയുമ്പോൾ അസഹിഷ്ണുത കാണിച്ച് ചാടിക്കളിക്കുന്ന ആളുകളുടെ ആ പ്രവർത്തനം എന്താണ്? ഈ ഖുർആൻ ഒരു സത്യമാണ് എന്നുള്ളതിന്റെ ഒന്നാം തരം സാക്ഷ്യപത്രമാണ്. നിങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ തന്നെ മുശ്രിക്കുകളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും ഈ കുത്തുവാക്കൾ ദ്രോഹകരമായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ചൂളിപ്പോകേണ്ടതില്ല. ഏത് വൈതരണിയിലും ഏത് പ്രയാസത്തിലും തന്റെ ഇടത്തോടെ ശക്തിയോടെ നിൽക്കാനുള്ള ഊർജവും ആർജവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് തുറന്നു നോക്കി പഠിച്ചു മനസ്സിലാക്കി സ്വീകരിച്ച് വിജയിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തികളായ നമ്മളും ഈ മുസ്ലിം സമുദായവും സമൂഹമാണ്. വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്ന എല്ലാ അസഹിഷ്ണുതയും എല്ലാ ദ്രോഹകരമായ സംഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തന്നെയാണ്. അത് നടക്കുമ്പോൾ ഈ ഖുർആൻ യഥാർത്ഥത്തിൽ സത്യമാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നട്ടലോടുകൂടി നിവർന്ന് ഈ ലോകത്തിന് സത്യം പറഞ്ഞുകൊടുക്കാനുള്ള ഉത്തരവാദിത്വം സമുദായത്തിനുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارحمنا ابو بكر وعمر وعثمان وعلي وحمزه والعباس والحسن والحسين وبقيه اصحاب رسول الله اجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങൾ നീ പുറത്തും അപാരതരാൻ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഭാരസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തും അപാരതരാൻ തമ്പുരാനെ. മുന്നേ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് എത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങൾ നീ സ്വന്തം പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. അത് ആശുപത്രികളിലെ ഈ മരണത്തോട് മലകടിച്ചു നിൽക്കുന്ന പ്രയാസകരമായ രോഗങ്ങൾ അനുഭവിക്കുന്ന രോഗികളെ കുറിച്ച് അവർക്ക് ദ്വാരക്കാൻ വസിയത്തിയിട്ടുണ്ട്. അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനം നൽകണേ തമ്പുരാനെ. എല്ലാവിധ കുറവുകളും പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികവും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉദ്യോഗങ്ങളിലും വ്യവസായങ്ങളിലും മറ്റിടപാടുകളിലും ഹൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. എപ്പോഴും സത്യവിശ്വാസത്തിന്റെ ഒരു മനസ്സുമായി ഖുർആൻ പഠിച്ചു മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥനാനിരതമായി മനസ്സ് നീയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ഈ സത്യവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശാന്തമായി മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിന്റെ തൃപ്തിയിൽ ജീവിപ്പിക്കുകയും നിന്റെ തൃപ്തിയിൽ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. മോക്ഷന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രവിശാലങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ നീ കാക്കണേ നാഥ. സ്വർഗത്തിൽ ഫിർദൗസ് നിന്റെ ഇബാദത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا
الحمد لله رب العالمين.